ഒരു പേഷ്യന്റ് എന്നെ കാണാൻ വന്നു. പേഷ്യന്റ് വർഷങ്ങളായി ചികിത്സയിലാണ്. ഹസ്ബൻഡിന്റെ കൗണ്ട് നോർമലാണ്, വൈഫിനും കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന് അമിത തൂക്കമുണ്ട്. അദ്ദേഹത്തിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ്. എന്താണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ്? സ്പെർമുകൾ ജീവിച്ചിരിക്കുന്ന കോശങ്ങളാണ്. ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ചെറിയ അളവിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആവശ്യമാണ്. അത് സ്പെർമിന്റെ മെച്യൂറേഷൻ, കപ്പാസിറ്റേഷൻ, അക്രോസോം റിയാക്ഷനെ സഹായിക്കും. എന്നാൽ ROS പ്രൊഡക്ഷൻ അമിതമായി കൂടുകയും ശരീരത്തിന്റെ ആന്റി ഓക്സിഡൻ പ്രതിരോധ സംവിധാനത്തിന് അതിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. സ്പെർമിന്റെ പുറത്തുഭാഗത്ത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ട്. അതുകൊണ്ട് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആദ്യം അഫക്ട് ചെയ്യുന്നത് സ്പെർം മെംബ്രെയിനെയാണ്. മൊഡിലിറ്റി കുറയും, മെംബ്രെയിൻ ഇന്റഗ്രിറ്റി നഷ്ടമാകും, മുട്ടയിലേക്ക് എത്താനുള്ള കഴിവ് കുറയും. സാധാരണ സെമൻ അനാലിസിസ് DNA ഫ്രാഗ്മെന്റേഷൻ കാണാറില്ല. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാനുള്ള കാരണങ്ങള് അമിതവണ്ണം, വെരിക്കോസീല്, പുകവലി, ജനനേന്ദ്രിയ രോഗബാധകൾ, ഇവയൊക്കെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടാൻ കാരണമാണ്. പ്രമേഹം, ഉറക്കക്കുറവ്, അമിത സ്ട്രെസ് എല്ലാം ഇതിന് കാരണങ്ങളായി മാറിയേക്കാം. ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം കൂടുതലാണ്. അതും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടും. സ്പെർം DNA ഫ്രാഗ്മെന്റേഷൻ ടെസ്റ്റ് സഹായകരമാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് അസസ്മെന്റും സഹായകരമാണ്. രോഗിയുടെ ചരിത്രവും ക്ലിനിക്കൽ സാഹചര്യവും കണക്കിലെടുക്കണം. വെരിക്കോസിൽ ഉണ്ടെങ്കിൽ അത് ശരിയാക്കണം. പുകവലി ഉണ്ടെങ്കിൽ നിർത്തണം. അമിത തൂക്കമുണ്ടെങ്കിൽ കുറയ്ക്കണം. പ്രമേഹം നിയന്ത്രിക്കണം. വ്യായാമം വേണം. മാനസിക സമ്മർദ്ദം കുറയ്ക്കണം. ആന്റി ഓക്സിഡന്റ് സപ്ലിമെന്റുകൾ സഹായകരമാവുന്ന ചില പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് സ്പെർം കൗണ്ട് മാത്രം നോക്കി വിലയിരുത്താൻ പറ്റുന്ന ഒന്നല്ല. സ്പെർമിന്റെ ഗുണനിലവാരവും DNA സമഗ്രതയും പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ശരിയായ രോഗനിർണയവും ശാസ്ത്രീയ ചികിത്സയും വേണ്ടിവരും.